ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ രാവിലെ ഓപ്പൺ ചെയ്തപ്പോഴേ പറഞ്ഞു മാർക്കറ്റ് ഒരു 50 പോയിൻ്റ് ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ഇന്ന് എക്സ്പയറി ആണ്, ഭയങ്കര വോളറ്റൈലായിരിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇതിന് താഴെ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തൊരു 10-15 മിനിറ്റ് നമ്മൾ മാർക്കറ്റിനെ വാച്ച് ചെയ്യണം. അതിനുശേഷം മാത്രമേ ഒരു ട്രേഡിനെ പറ്റി ചിന്തിക്കാവൂ എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റിയിൽ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഇതിനകത്തിലില്ല. ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഇല്ല. ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ആദ്യത്തെ ഒരു 10 അരമണിക്കൂറിനകത്തുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പക്ഷേ അത് എത്ര പേർക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന അറിയത്തില്ല. കാരണം അത് വെരി ഹൈ റിസ്ക്കിയാണ്. എടുത്തവർക്കൊക്കെ ചിലപ്പം ശരിക്കും ലോസും വന്ന് കാണും. ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മൾ ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, 50 പോയിൻറ്റ് ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും ഫർദറായിട്ട് വീണ്ടും താഴോട്ട് വന്നു, ഒരു ലോ ക്രിയേറ്റ് ചെയ്തു അല്ലേ. അതിനുശേഷം ഇതിനെല്ലാം വെല്ലുന്ന രീതിയിൽ ഇവിടുന്ന് ഏകദേശം 245, 340, 100 പോയിൻറ്റിൻ്റെ ഒരു അപ്സൈഡ്. ഇതും ആക്ച്വലി ഗ്രീൻ ക്യാൻഡിലാണ്. 100 പോയിൻ്റ് ഒരു അപ്സൈഡ്. ഇത് ആക്ച്വലി ഇതൊരു ഓപ്പറേറ്റർ പ്ലേ ആണ്. നമ്മൾ എക്സ്പയറി ഡേയിൽ പ്രീമിയം ഒരുക്കാൻ വേണ്ടി ഓപ്പറേറ്റർ കളിക്കുന്നൊരു പ്ലേ ആണ് ഇത് ഇപ്പം. അപ്പം ഇവിടെ ചിലപ്പം ഇത് കണ്ടോണ്ട് ഈ ഒരു ക്യാൻഡിൽ കണ്ടോണ്ട് പി എടുത്തവരൊക്കെ ഇവിടെ എന്ത് ചെയ്ത് കാണും, ഇവിടെ കണഞ്ഞ് കാണും. കൃത്യമായിട്ട് ഇവരുടെ എല്ലാ സ്റ്റോപ്പ് ലോസ് അടിച്ചുകൊണ്ട്, ഈ സ്റ്റോപ്പ് ലോസ് ഇടാത്തവർക്കൊക്കെ നല്ല രീതിയിൽ ലോസ് വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ആ റിജക്ഷനിൽ വീണ്ടും പി എടുത്തവർക്ക് ഒരു പക്ഷെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റ് കിട്ടുക. അങ്ങനെ എടുത്തവർക്ക് സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ എടുത്തവർക്ക് ഒരു പക്ഷെങ്കിൽ ഒരു പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതൊന്നും ഒരു കൺഫർമേഷൻ ഇല്ല. ഇതൊക്കെ ഞാണിന്മേൽ കളി എന്ന് പറയും. അപ്പം കഴിവതും മന്ത്ലി എക്സ്പയറിയിൽ ബിഗിനേഴ്സൊക്കെ നമ്മൾ ട്രേഡിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം. കാരണം മാർക്കറ്റ് എങ്ങോട്ട് പോകും, ഓപ്പൺ ഇൻട്രസ്റ്റ് ഒന്നും വർക്ക് ചെയ്യത്തില്ല. ചാർട്ട് ലെവലുകളൊക്കെ വർക്ക് ചെയ്യുന്നതിന് ഒരു പരിധി കാണും, മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളിൽ കഴിവതും നമ്മൾ മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, ഒരു കോൾ വരുന്ന, ഒരു സെക്കൻഡ്. അപ്പം നമുക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയാൻ നമുക്കില്ല, മനസ്സിലായോ? ഒരു ഓപ്പർച്യൂണിറ്റി പറയാൻ നമുക്ക് ഇവിടെ എങ്ങും ഒരു ട്രേഡ് ഇവിടെ എങ്ങും ഇല്ല. അഥവാ ഇവിടെ എടുത്തെങ്കിലും ഇവിടെ എത്ര പേർക്ക് ഇവിടെ കിട്ടിയെന്ന് അറിയത്തില്ല. പിന്നെ അതിനുശേഷം മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആയിരുന്നു. എങ്ങോട്ടും പോകാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിച്ച് മാക്സിമം പ്രീമിയം ഉരുക്കി തീർക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു ഓപ്പറേറ്റർ പ്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം ഈ നിഫ്റ്റിയിൽ ഒരു ട്രേഡ്, പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ഉണ്ട്, ഇത് ഞാൻ പറയാം. ഓക്കെ, നിഫ്റ്റിയിൽ നമുക്കൊരു ട്രേഡിൻ്റെ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം, അപ്പോൾ ഇന്ന് എക്സ്പയറി ആയിരുന്നു. ഇന്നത്തെ കഴിഞ്ഞ് നാളെ മുതൽ പുതിയ കോൺട്രാക്റ്റ് തുടങ്ങിയാണ്. അപ്പോൾ നാളെ ഇനി എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് തൽക്കാലം ഈ വരകളെല്ലാം വരയൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ടോപ്പ് ലൈൻ ഇങ്ങനെ തന്നെ കടന്നോട്ടെ. 24,360 അതൊരു മെയിൻ ലൈനാണ്. രണ്ടാമത്തെ ഇനിയിപ്പോൾ ഈ ലൈനിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ലൈൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഈ ലൈനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ലൈൻ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈന് നമുക്ക് ഇവനെ ഇങ്ങോട്ട്, ഒരു മിനിറ്റ് ഒന്ന് നോക്കിക്കോട്ടെ, ഇതായിരിക്കും നമ്മുടെ റേഞ്ച് ലൈൻ. ഓക്കെ, ഇതവർ കടന്നോട്ട് കുഴപ്പമില്ല. ഇതായിരിക്കും നമ്മുടെ റേഞ്ച് ലൈന്. മാർക്കറ്റ് 24,245 ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നാളെ മാർക്കറ്റ് എങ്ങനെയാണ് എന്നറിയത്തില്ല. എനിവേ, എന്തായാലും ഇവിടെ താഴെ കൂടെ ഈ ലോ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം, ഈ ലോ ഇവിടെ. അപ്പം മാർക്കറ്റ് ഒരു മിനിറ്റ് നോക്കിക്കോട്ടെ, ഇതും കൂടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ലൈൻ കൂടെ, ഇത്. ഓക്കെ, ഈ ലൈൻ നമുക്ക് 24,245 എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ലൈനാണ്. ഈ രണ്ട് ലൈനാണ് നമ്മുടെ റേഞ്ച് ലൈൻ. ഓക്കെ, ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യാൻ നോക്കുക. ഓക്കെ, 24,273, 24,215 ഈ രണ്ട് ലൈനാണ് നമ്മുടെ റേഞ്ച് ലൈൻ. ഓക്കെ, ഈ റേഞ്ച് ലൈൻ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു അങ്ങോട്ടായിരിക്കും നമുക്ക് ട്രേഡ് ഉള്ളത്. അപ്പം രാവിലെ മാർക്കറ്റിനെ വാച്ച് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ട്രേഡിനെ പറ്റി ചിന്തിക്കുക. ബാക്കി നമുക്ക് വളരെ വിശദമായിട്ട് വീക്കിലി അനാലിസിൽ നമുക്ക് വളരെ കൂലങ്കഷമായിട്ട് നമുക്ക് നിഫ്റ്റിയെ പറ്റി ചിന്തിക്കാം. എന്തായാലും ഇപ്പം പിന്നെ US മാർക്കറ്റ് ഒരു ഫ്ലാറ്റ്, രാവിലെയൊക്കെ നല്ല നെഗറ്റീവ് ആയിരുന്നു. പക്ഷേ ഇപ്പം ഒരു ചെറിയ നെഗറ്റീവ്, ഫ്ലാറ്റ് നെഗറ്റീവ് റേഞ്ചിലാണ് ഇപ്പം മാർക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് രാത്രിയാകുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയത്തില്ല. ഇപ്പം മാർക്കറ്റ് ഇപ്പം തുറക്കും, ഓപ്പൺ ആകുമ്പോൾ നമുക്ക് നോക്കാം നിഫ്റ്റി ഡൗ ജോൺസ് എങ്ങോട്ട് പോകുന്നുള്ളത്
നമുക്ക് നോക്കാം. ഏകദേശം ഇപ്പോൾ സമയം ഓപ്പണായി 430. ഓക്കെ, ആണ് ഓപ്പണായി. ഇതാ നമുക്ക് 100 പോയിൻ്റ് ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ അയക്കുന്നത്. 117 താഴോട്ട് പൊട്ട് വീഴുക. ഇനി നമുക്ക് നോക്കാം, പോട്ടെ, സാരമില്ല. അപ്പോൾ നമുക്ക് നാളെ ബാങ്ക് നിഫ്റ്റി ഒന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇന്ന് എനിക്ക് നല്ല ഓപ്പർച്യൂണിറ്റി ബാങ്ക് നിഫ്റ്റിയിൽ കിട്ടി. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ കിട്ടിയെന്ന് പറയാൻ കാര്യം മാർക്കറ്റ് രാവിലെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നല്ലൊരു ഫോൾ. ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് നല്ല ഒരു ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ചെയ്തെങ്കിലും മാർക്കറ്റ് അവിടുന്ന് നല്ല രീതിയിൽ മാർക്കറ്റ് മോളോട്ട് പോയി ഹൈ വോളറ്റൈലായിരുന്നു. നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വിക്ക് കണ്ടാലറിയാം. നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വിക്ക് കണ്ടാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എത്ര വലിയ വിക്കാണ്. മാർക്കറ്റ് താഴെ പോയിട്ടും അതിനെ തിരിച്ച് വലിച്ച് കയറ്റിക്കൊണ്ടുപോയത് കറക്റ്റ് ഓപ്പറേറ്റർ പ്ലേ ആണ്. അതിന് ശേഷം ഈ ഒരു സംഭവത്തിന് ശേഷം ഇവിടെ ആർക്കൊക്കെ പരിക്ക് പറ്റി എന്നുള്ളത് എനിക്കറിയത്തില്ല. ശരിക്കും ആൾക്കാർക്ക് ഇവിടെ ലോസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, വിചാരിച്ചതിനെതിരെ പെട്ടെന്ന് തന്നെ വളരെ ഹൈ മൂവ്മെൻറ്റ്, അതായത് 55, 100, 400 പോയിൻറ്റിൻ്റെയൊക്കെ മൂവ്, 400ഉം 600ഉം പോയിൻറ്റിൻ്റെയൊക്കെ മൂവാണ് ഒറ്റ ക്യാൻഡലിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ലോസ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അപ്പം അതിനുശേഷം മാർക്കറ്റ് ഒരു റേഞ്ച് ബൗണ്ടായിരുന്നു മാർക്കറ്റ്. അപ്പം അതിന് ശേഷം ഈ റേഞ്ച് ബൗണ്ടിന് ശേഷം മാർക്കറ്റ് അവസാന നിമിഷം നമുക്ക് ഇവിടെ ഒരു ലൈൻ, ഞാനൊന്നും നമ്മുടെ ഗ്രൂപ്പിലൊന്നും അപ്ഡേറ്റ് ചെയ്തു, കാരണം നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. അവസാന നിമിഷം മാത്രമേ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളായിരുന്നു. മാർക്കറ്റ് പല പ്രാവശ്യം ഇവിടെ കൺസോൾഡേറ്റ് ചെയ്ത് ഒരേ പോയിന്റിൽ തന്നെ കൺസോൾഡേറ്റ് ചെയ്തപ്പോൾ അവിടെ ഒരു ലൈൻ വരച്ചിട്ട് അതിന് ശേഷം നമുക്ക് താഴോട്ടൊരു ഫോള് കിട്ടി. ഏകദേശം ഒരു 300 പോയിൻറ്റിൻ്റെ ഫോള് നമുക്ക് കിട്ടി. അത് ഞാൻ ലാസ്റ്റ് മൊമെൻറ്റിൽ അത് ക്യാപ്ചർ ചെയ്തു. ഓക്കെ, അപ്പം അതാണ് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് പറയാനുള്ളത്. അപ്പം അതിനുശേഷം ഇനിയിപ്പോൾ ബാങ്ക് നിഫ്റ്റി നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവനെ ഇനിയിപ്പം ബാങ്ക് നിഫ്റ്റി ഒന്ന് ഈ ഒരു ലൈൻ, പിന്നെ ഇത് ലൈൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, നമുക്ക് എല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് ബാങ്ക് നിഫ്റ്റി, ഇനിയിപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യാൻ പാടായിരിക്കും. നമുക്ക് ഇത് ഭയങ്കര കൂടുതലാണ്, പ്രീമിയം ഭയങ്കര കൂടുതലായിരിക്കും. ഇതിൻ്റെ ടോപ്പാണ്, ഈ കാണുന്ന ടോപ്പാണ് നമ്മുടെ ഹയസ്റ്റ്. ഇത് കട്ട് ചെയ്ത് മുകളിലോട്ട് പോയെങ്കിൽ ഇനിയും ഒരു ഫർദർ റാലി നമുക്കുള്ളൂ. അപ്പോൾ ഇനിയിപ്പം ഒരു റേഞ്ച് ബൗണ്ടാണ്. ഈ റേഞ്ച് ബൗണ്ട് ഇത് തന്നെ മാർക്ക് ചെയ്തിടുക. ഓക്കെ, ഇത് കറക്റ്റ് മാർക്ക് ചെയ്തിടുക. ഈ ഒരു ഹൈ, ഈ സാധനം, ഇതാണ് നമ്മുടെ റേഞ്ച്. ഈ റേഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് തരാം. ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ നാളത്തെ റേഞ്ച്. ഓക്കെ, ഈ റേഞ്ചിനകത്ത് മാർക്കറ്റ് ഏകദേശം 300 പോയിൻ്റ് റേഞ്ചാണ്. ഇതിനകത്ത് മാർക്കറ്റ് എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു ആ സൈഡിലോട്ടായിരിക്കും നമുക്ക് ട്രേഡ്. നാളത്തേക്ക് മാത്രമുള്ളൊരു ലെവലാണ് ഇത്. അതിനുശേഷം ബാക്കി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് തീരുമാനിക്കും. ഇതിനിടയ്ക്ക് വേണമെങ്കിൽ ഒരു ഇടത്താവളം വരയ്ക്കാൻ. ഇതാണ് ഒരു ഇടത്താവളം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇടത്താവളമായിട്ട് കണക്കാക്കാൻ പറ്റുന്നത് ഇതാണ്. വീണ്ടും ഒരു ഇടത്താവളം ഇവിടെ കാണുന്നുണ്ട് ഞാൻ. ഇത് ഈ 2 എണ്ണം. ഓക്കെ, ഈ 2 എണ്ണം ചുമ്മാ വരച്ചിട്ട് നാളെ ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഇത്. നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഇതിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ ലോയാണ്. ഇതാണ് താഴോട്ട് പോകാനുള്ള ലോ. ഇതാണ് താഴോട്ടുള്ള ലോ. അപ്പോൾ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നവർ നിങ്ങൾ കൃത്യമായിട്ട് 3 സ്റ്റോക്കുകളെ നോക്കണം. ഏതൊക്കെയായിരുന്നു പറഞ്ഞേ? അതായത് HDFC, ICICI, കോട്ടക് ബാങ്ക്. ഓക്കെ, ഇവ 3 ഇന്നും നെഗറ്റീവിലായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ICICI ബാങ്കാണ് നെഗറ്റീവിൽ പോയത്. അപ്പോൾ ഇത് 3 പേരും നെഗറ്റീവിലായതുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റി നെഗറ്റീവ് സോണിലേക്ക് വന്നത്. അപ്പോൾ നാളെ ഇനി എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് കാണാം. ഇന്ന് നമുക്ക് ഓപ്പർച്യൂണിറ്റികളൊന്നും ഇല്ല. ഇന്ന് ട്രേഡ് ചെയ്യാതിരുന്നവർ ഭാഗ്യവാന്മാരെന്ന് മാത്രമേ പറയാനുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മിഡ് ക്യാപ്പോടെ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. മിഡ് ക്യാപ്പിനകത്തിൽ ഈ പറയുന്ന പോലെ തന്നെ ഇതേ സെയിം നമ്മുടെ റേഞ്ചിനകത്താണ് മാർക്കറ്റ് നിന്ന്. അപ്പോൾ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മുടെ റേഞ്ചിനകത്ത് കാണുന്നത് കൺസോൾട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പം ഇനി ഫർദർ മൂവ് വേണമെന്നുണ്ടെങ്കിൽ മേളോട്ടോ താഴോട്ടോ. ഇതിന് നാളെയൊക്കെ നമുക്ക് അടുക്കാൻ പറ്റത്തില്ല, ഭയങ്കര പ്രീമിയം ആയിരിക്കും. അതിന് പ്രത്യേകിച്ച് ഇനി അതിൽ ഒന്നും പറയാനില്ല. നമുക്ക് വീക്കിലനുസരിച്ച് നമുക്ക് വളരെ കൃത്യമായിട്ട് ചെയ്യാം. നാളെ ഞാൻ ഒരു മെമ്പേഴ്സിന് വേണ്ടി മാത്രം ഒരു വീഡിയോ ഞാൻ നാളെ ചെയ്യുന്നുണ്ട്. ആ മെമ്പേഴ്സ് വീഡിയോ എന്ന് പറയുമ്പം നിങ്ങൾക്ക് അതിനകത്തിൽ ഒരു സേഫായിട്ടുള്ള ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, അതിനെപ്പറ്റിയാണ് നാളെ ഞാൻ സംസാരിക്കുന്നത്. അത് വലിയ പൈസയൊന്നും വേണ്ട, അത്യാവശ്യം ചെറിയ പൈസ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക്
വളരെ സേഫായിട്ട് നിങ്ങൾക്ക് ഇതിൽ ഒരു 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 3 മാസത്തേക്കോ 4 മാസത്തേക്കോ അല്ലെങ്കിൽ 6 മാസത്തേക്കോ ഉള്ള രീതിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നേരത്തെ അതിന് മുന്നേ നടക്കുമായിരിക്കും. എനിവേ നിങ്ങൾക്കൊരു ട്രേഡ് ഒരു ഓപ്പർച്യൂണിറ്റിയെ പറ്റിയാണ് നാളെ ഞാൻ സംസാരിക്കുന്നത്. അത് ഓൺലി മെമ്പേഴ്സിന് മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, ഇപ്പോഴേ ഞാൻ പറയുകയാണ്. നാളെ വന്നിട്ട് ഇട്ട് കഴിയുമ്പം സാറേ ഇത് കാണുന്നില്ലല്ലോ എന്ന് പറയല്ലേ. നിങ്ങളുടെ മെമ്പേഴ്സ്, അതായത് ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മെമ്പറായിട്ടുള്ളവർക്ക് വേണ്ടി മാത്രം. അത് എത്ര എങ്ങാണ്ട് 88 രൂപ എങ്ങാണ്ടേ ഉള്ളെന്ന് തോന്നുന്നു. അതിന് യൂട്യൂബ് അത്രയും കണ്ട് അതിന് ഒരു പ്രൈസ് വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങളത് ക്ലിക്ക് ചെയ്ത് അതിനകത്തിൽ ജോയിൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ നാളെ കാണാൻ പറ്റും. ഇതിൻ്റെ കൂടെ തന്നെ 2-3 സ്റ്റോക്ക് സജഷൻസും ഒരു മ്യൂച്വൽ ഫണ്ടും, ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മ്യൂച്വൽ ഫണ്ടും, പിന്നെ 1-2 സ്റ്റോക്സും, പിന്നെ ഒരു സേഫ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി, അതും ഒരു സംഭവം തന്നെ. ഇപ്പോൾ പറയുന്നില്ല എന്തുവാണെന്ന്. അപ്പോൾ ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്തുകൊണ്ടൊരു വീഡിയോ നാളെ വൈകുന്നേരമോ മറ്റന്നാളോ ശനിയാഴ്ചയോ എങ്ങാണ് ഞാൻ അത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾക്ക് ആ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിനകത്തിൽ മെമ്പറായാൽ നിങ്ങൾക്കത് കിട്ടുന്നതായിരിക്കും. അതിന് ശേഷം എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മെമ്പേഴ്സ് ആയവർക്ക് നിങ്ങൾക്ക് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് കഴിഞ്ഞാൽ അതിനുള്ള ആ സംശയ നിവാരണം ഞാൻ നടത്തി തരുന്നതും ആയിരിക്കും. ഓക്കെ, അപ്പം നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.